Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്ത ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടിരിക്കുന്നു. USA നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ അവരുടെ ഇടത് ഭാഗത്തുള്ള തേയ്മാനം പൂർണ്ണമായിട്ടും മാറട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കാലുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ അലർജിയിൽ നിന്നും അതുപോലെ സൈനസ് പ്രോബ്ലത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകിയതിനായി നന്ദി പറയുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി, അതുപോലെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യം കൊടുക്കണേ. കർത്താവെ, എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നിയിലുള്ള അവരുടെ പ്രോപ്പർട്ടി സെയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല വിലയ്ക്ക് അത് വിറ്റുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തെ മുഴുവനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തെ പകർന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ കുടുംബത്തോടും എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഫെബ്രുവരി 12 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഫെബ്രുവരി 13 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേയുടെ ടോട്ടൽ ഫ്രീഡം എന്നുള്ള സെഗ്മെൻറ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക്, സെഷനിലേക്കാണ് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യം നമ്മുടെ ആനിവേഴ്സറി എപ്പിസോഡിൻ്റെ അന്നാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത്. ഇന്ന് ഇതിൻ്റെ അവസാനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം ഇതിനോടകം ഒത്തിരി പേർ മദ്യപാനികളായിട്ടുള്ളവർ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇമെയിൽ ID ലഭിച്ചിട്ടുണ്ട്. വളരെ വളരെ നന്ദി. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കർത്താവ് ഒരു വലിയ വിടുതൽ നൽകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് നൽകുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയമില്ല. ഈ ആളുകളെല്ലാം മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ ഇവർക്കൊന്നും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ വിഡ്രോവൽ സിംറ്റം ഇല്ലായിരുന്നു. സാധാരണ രീതിയിൽ ഇത്തരം മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി പല ഹോസ്പിറ്റലുകൾക്കൊക്കെ തന്നെ പല പാക്കേജൊക്കെ ഉണ്ട് ഇന്നത്തെ സമയത്ത്, അല്ലേ? പല രീതിയിലാണ് അവർ പറയുന്ന മരുന്നുകൾ, പിന്നെ കൗൺസിലിംഗ്, പിന്നെ അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനെ തുടങ്ങി പല പല ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ആളുകൾ ഈ ഒരു മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ പ്രത്യേക ഘട്ടങ്ങളൊന്നുമില്ല. ഇവരെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റയടിക്കാണ്, അല്ലേ? ഒറ്റയടിക്കാണ് ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, സാധാരണ രീതിയിൽ ഒരു പുര കത്തുകയാണെന്ന് വിചാരിക്കുക, ഒരു വീട് കത്തുകയാണ്. ഒരു വീട് കത്തുന്ന സമയത്ത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ തീ അണയ്ക്കാനൊന്നും ശ്രമിക്കില്ല. അടുത്ത് കിടക്കുന്ന ഓസ് എടുക്കുക, വെള്ളം ചീറ്റിക്കുക, അതിനെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കെടുത്തുക എന്ന് പറയുന്ന കാര്യം. ഇതാണ് യേശു കർത്താവ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. ഇവർക്കൊന്നും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയടിക്ക് ആ തീയെ കർത്താവ് അങ്ങ് അണച്ച് കളഞ്ഞു. അവരുടെ മരണത്തെ കർത്താവ് എടുത്തു മാറ്റി, രോഗത്തെ കർത്താവ് എടുത്തു മാറ്റി. അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവരാ തീക്കകത്തേക്ക് വീഴും, പിന്നെ എടുക്കാനേ പറ്റില്ല എന്ന് പറയുന്ന ആ സ്ഥിതിയിൽ നിന്ന് കർത്താവ് അവൻ്റെ വലങ്കരം നീട്ടി അവരെ രക്ഷിച്ചെടുത്തു. അതുകൊണ്ടാണ് ഈ സിംറ്റംസും മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇരുന്ന ഇവരുടെയൊക്കെ കഥ എന്നുള്ളത് പലരും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടിട്ട്, അതുപോലെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്നിട്ട്, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിട്ടൊക്കെയാണ്
അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ട്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേകമായ അനുഭവങ്ങൾ, അല്ലേ, ദൈവികമായ ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിലൂടെ സ്പർശിക്കപ്പെട്ട മദ്യപാനം മാറിയവരും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ സഹോദരനോട് നേരത്തെ സംസാരിച്ചപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്. പേരെന്ന് പറയാമോ? എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് ബ്ലെസ്സിംഗ് സെൻറ്ററിലാണ്. എന്ത് അനുഭവമാണ് ഉണ്ടായത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എത്ര നാളായിട്ട് മദ്യപാനം? എൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. എന്നുവെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ട് രണ്ടും രണ്ട് വഴിക്കായതാണ്. ഞാനും ഒരാളാണ്. ശരി. അപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ജീവിക്കാൻ മാർഗങ്ങളില്ലാതെ എന്നെ ആരും നോക്കാതെ ആയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ഷാപ്പിൽ പണ്ട് മില്ലി കൊടുത്തിരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പോയി മുട്ട അവിക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന ബാരലിൽ വണ്ടിയുടെ മേളിലാണ് ബാരലിരിക്കുന്നത്, കൊണ്ടുവരുന്ന മില്ലി. അതിൽ നിന്ന് മറ്റൊരു ബാരലിലേക്ക് കീഴേ ഇരിക്കുന്ന ബാരലിലേക്ക് പാരാൻ വേണ്ടി ഒരു ഓസിടും. അതിൻ്റെ മണ്ടിൽ നിന്ന് ഓസിട്ട് നമ്മൾ മുകളിൽ സ്ട്രോയിട്ട് വലിക്കും പോലെ വലിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഞാൻ വലിക്കപ്പോൾ 2 കവളൻ്റെ ഉള്ളിലേക്ക് പോകും മദ്യം. അതെ, അത് അങ്ങനെ രസിച്ച് പിന്നെ ആരും അറിയാതെ ഞാൻ ഒഴിച്ച് കുടിക്കുമായിരുന്നു. അവിടുന്ന് തന്നെ മോഷ്ടിച്ച് കുടിക്കുമായിരുന്നു. പട്ടത്ത് ബ്ലെസ്സിംഗ് സെൻറ്ററിൽ എൻ്റെ വൈഫ് പോകുമായിരുന്നു. അപ്പോഴും ഞാൻ പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പല ആൾക്കാരും എൻ്റെ പറയുന്നത് ഇതേപോലെ നീ മദ്യപാനം നിർത്തണം. എൻ്റെ വൈഫും പറഞ്ഞായിരുന്നു. വൈഫിന് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. പലതവണ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അവർക്ക് ശ്വാസം മുട്ടൽ, കഠിനമായ ശ്വാസം മുട്ടലുണ്ടാവും. ചില സമയത്ത് അവിടെ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെണീക്കേണ്ടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എണീക്കേണ്ടി വന്നത്, അങ്ങനെയുള്ള അസ്വസ്ഥത. പക്ഷെ ഒരു ദിവസം ഞാൻ എന്നിട്ട് അവളെ നിർബന്ധപ്രകാരം ഞാൻ വെറുതെ പോകുന്നത് പോലെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ, തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് കളിയാക്കുകയും ഇവിടെ ദൈവമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ വൈഫിനെ പറഞ്ഞ് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറയും, അത് കർത്താവിൻ്റെ കളിക്കരുത്, കർത്താവ് ഒരു അനുഭവം എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം തരും, അപ്പോഴേ നിങ്ങൾ പഠിക്കുകയുള്ളൂ, മദ്യപാനം നിർത്തുകയുള്ളൂ എന്നൊക്കെ എൻ്റെ വൈഫ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെ അപ്പോൾ ബ്രദർ ഡാമിൽ സ്ക്രീനിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപാനികളുടെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ ദേഹത്ത് ചെറിയ കുളിർമയൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനും എൻ്റെ വൈഫുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും താല്പര്യപ്പെട്ടിട്ടില്ല. എൻ്റെ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബെഡിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് അറിയാതെ, ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണങ്ങടഞ്ഞു. ഞാൻ കരയുകയായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് കാണുന്നതെല്ലാം ദൂരെ ഉള്ള യേശുപ്പനെയും കുറച്ച് മൺ ചുമരുകളും അതിന് അപ്പുറത്തായിട്ട് ഒരു വെള്ളിക്കുരിശ് ഇങ്ങനെ മിന്നുന്നതായിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നത്. ഒരു ദർശനം. അതെ. ഞാൻ എന്നിട്ട് കണ്ണ് തുറക്കുന്നില്ല. എന്നിട്ട് എൻ്റെ വൈഫ് എന്നെ തട്ടിയിട്ട് ചോദിക്കണം, എന്താ കരയണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കരഞ്ഞില്ലേ. എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ സംഭവം ശരി തന്നെ, കണ്ണീരൊക്കെ വന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ ദൈവത്തെ അറിഞ്ഞു തുടങ്ങി. ആ ദർശനം വരുത്തിയ മാറ്റം എന്താണ്, അതൊന്ന് പറയാമോ? അതിൽ മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ മദ്യപാനം പാടെ അങ്ങ് അന്നത്തോടെ എൻ്റെ മനസ്സ് പറയണം, ഇനി ഞാൻ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അന്നത്തോടെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. ഒരു 3 പാക്കറ്റ് സിഗരറ്റ് വേണമായിരുന്നു എനിക്ക് ഡെയിലി, 3 പാക്കറ്റ് സിഗരറ്റ്. അതെല്ലാം എനിക്ക് സ്റ്റോപ്പായി. ഒരു നല്ല കൈഡി കൊടുക്കണം. വലിയൊരു വിടുതൽ എനിക്ക് കിട്ടി. കാരണം ആ ഒരൊറ്റ അനുഭവം കൊണ്ട് വലിയൊരു വിടുതലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നും ഹോസ്പിറ്റലിൽ പോകാറില്ല. വലിയൊരു അനുഗ്രഹം. എൻ്റെ മോൻ അല്ലെങ്കിൽ എന്നെ കണ്ടുകൂടെയായിരുന്നു, എൻ്റെ ഇളയ മോന്. പക്ഷേ എൻ്റെ മോൻ ഇപ്പോൾ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടക്കുകയാണ്. പിന്നെ ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ്, ഞങ്ങൾ ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് നെടുമങ്ങാട് ഏരിയയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ശരി. വലിയൊരു അനുഭവങ്ങൾ, വലിയ സന്തോഷമുണ്ട് ഇത് കേട്ടത്. ഞാൻ എൻ്റെ പ്രായമുള്ളവരോടായിരുന്നാലും മറ്റുള്ളവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, മദ്യപിക്കരുത്, ഇതിൽ നിന്ന് ഒരുപാട് ദോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഉണ്ടാവും. ഞാൻ കാണത്തക്ക രീതിയിൽ തന്നെ ഓരോരുത്തരൊക്കെ കഞ്ഞിയും കലവും ഒക്കെ എടുത്തെറിയുന്ന ആ രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഏകദേശമുള്ള ആൾക്കാർ വചനം കേട്ട് കുറച്ച് ആൾക്കാർ അതെല്ലാം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ. ഒരു സമയത്ത് മദ്യപാനിയായിരുന്നു, പക്ഷേ ദൈവം പ്രത്യേകമായൊരു ദർശനം, അല്ലേ? അതിനുശേഷം എനിക്ക് ഒരുപാട് വിടുതൽ തന്നു. എനിക്ക് ഇതിനിടയ്ക്ക് 2 അറ്റാക്ക് വന്നതാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ വെച്ച്.
പക്ഷേ ഡോക്ടറെ കൂടെ പറഞ്ഞായിരുന്നു 6 മാസം വരെ റെസ്റ്റ് എടുക്കണം, വാഹനം ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ ബ്രദർ എല്ലാവരും വന്നിരുന്ന് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ സെൻറ്ററിൽ നിന്ന് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ദൈവം തന്ന ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, പിറ്റേ ആഴ്ച ഞാൻ ടെസ്റ്റിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എന്നിട്ട് എന്താ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു സൗഖ്യം എങ്ങനെ കിട്ടി, ഇത്രയും വലിയൊരു അനുഭവം ഇത് എങ്ങനെ കിട്ടി, ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലിരുന്ന ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് നോർമലാവാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ ബൈക്ക് ഓടിച്ചാണ് ട്രിവാൻഡ്രം വരെ ഞാൻ വന്നത്. ഇന്ന് വെളുപ്പിൽ എനിക്ക് അത്രത്തോളം സൗഖ്യമാക്കി തന്നു കർത്താവ് കൊടുത്തിരിക്കും. ഒരു നല്ല കൈഡി കൂടെ കൊടുത്താലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമയത്ത് മദ്യപാനിയായിരുന്ന ഒരു വ്യക്തി, പക്ഷേ ഇന്ന് ഒത്തിരി മദ്യപാനികളെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ വരുത്തത്തക്ക വിധത്തിൽ പ്രത്യേകമായൊരു ദർശനം കർത്താവ് തനിക്ക് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പല ആളുകളും വന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം മാറും ഇല്ലയോ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല അവർ യേശുവിൻ്റെ അടുക്കൽ വന്നത്. പക്ഷേ യേശുവിന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു വിശ്വാസം എവിടെയോ ഇവരുടെ അകത്ത് ഉടലെടുത്തിരുന്നു. മദ്യപാനം മാറുമോ, ജീവിതം ശരിയാവോ ഒന്നുമല്ല, മറിച്ച് യേശു എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടമോ ഒരു താല്പര്യമോ, അല്ലെങ്കിൽ അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവരുടെ സത്യം പറഞ്ഞ തുടക്കം. അപ്പോൾ മദ്യപാനികളായിട്ടുള്ള വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കണം. അവിടെയാണ് യേശുവിന് തൻ്റെ പ്രവർത്തനം തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത രണ്ടാമത്തെ കാര്യമാണ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിൽ ചില ആളുകളൊക്കെ പറഞ്ഞായിരുന്നു മദ്യപാനം ഇടയ്ക്കൊന്ന് നിർത്തി, അതിനുശേഷം കൂട്ടുകാർ അല്ലേ വന്ന് വിളിച്ചപ്പോൾ പിന്നെയും എന്ത് ചെയ്തു, പോയി. പക്ഷെ ഇപ്പോൾ പിന്നെ നിങ്ങൾ പോകുന്നില്ലല്ലോ. പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളത് അത്തരം കൂട്ടുകെട്ടുകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സത്യം പറഞ്ഞത് അല്ലെ അംബ്രോസിന് എന്തെങ്കിലും അതിനകത്ത്? അതുപോലെ മദ്യം വിളമ്പുന്ന പാർട്ടികൾ, അങ്ങനെയുള്ള ഗ്യാങ്ങുകൾ, ചില വിവാഹ സൽക്കാരങ്ങളിലൊക്കെ എന്തെങ്കിലും ടെറസിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലായിരിക്കും. അങ്ങനെ കൂട്ടത്തിൽ പോയി സംസാരിച്ച് നിൽക്കാതെ ആദ്യഘട്ടത്തിൽ നിൽക്കുന്നവർ, അതായത് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ ആദ്യം അതൊക്കെ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യണം. അതെ, അത്തരം കൂട്ടുകെട്ടുകൾ, അത്തരം എന്താ പറയുക, അത്തരം സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. ഈ നാടൻ ഭാഷയിൽ പറഞ്ഞ പന്തി അല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. അത്തരം സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അത്തരം കൂട്ടുകെട്ടുകൾ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനകത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, ഇവരിൽ ചില ആളുകൾ ചെയ്യുന്ന പോലെ അവരിടയിലേക്ക് ചെന്നിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത്തരം ആക്ഷൻ പ്ലാനുകൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തന രീതികൾ പാലിക്കുന്ന വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ലഹരി മദ്യത്തിൻ്റെ ലഹരിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ മയക്കുമരുന്നിൻ്റെ ലഹരിയോ ഒക്കെ ആയിരിക്കാം അല്ലേ. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ എന്തായാലും ബ്രാൻഡിക്കകത്തോ എന്താണ് ഒരു എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു അദ്ദേഹം, ബ്രാൻഡ് മിക്സ് ചെയ്ത് ആണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബ്രാൻഡിലേക്ക് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുടിക്കാറുള്ളത്. ലാസ്റ്റ് ആയപ്പോൾ അതും അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. വെള്ളം ഒഴിക്കാറില്ല, വെള്ളം സോഡ ഒന്നും ഉപയോഗിക്കാറില്ല. സോഡയ്ക്കും വെള്ളത്തിനും പകരം കള്ള് തന്നെ ബ്രാൻഡിൽ മിക്സ് ചെയ്താണ്. ലഹരിയാണ്, ലഹരി പോരെന്നുള്ള തോന്നലാണ്. അതാണ് അങ്ങനെ ചെയ്യുന്നത്. അത്രയും കൂടുതൽ ലഹരിയാണ് സാധാരണ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും കാര്യത്തിൽ ഇതുപോലെ ആ ലഹരി കൂട്ടാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്, കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല ആരും. പക്ഷെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ലഹരിയുണ്ട്. ഏത് ലഹരിയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ലഹരി കിട്ടിയിട്ടുള്ളവന് പിന്നെ മറ്റൊരു ലഹരിയുടെ പുറകെ പോകേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പരിശുദ്ധാത്മാവ് എന്ന അല്ലെ ലഹരി. എനിക്കൊന്ന് ബൈബിളിലൊരു വചനം കൂടെ വായിച്ചു, കഴിഞ്ഞ എപ്പിസോഡുകളിൽ വായിച്ചൊരു വചനം തന്നെയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ തുറന്നുറപ്പുണ്ടാകും, ആത്മാവിൽ നിറയുവൻ. എന്നിട്ട് അവിടെ ഇത് ആത്മീക ഗീതങ്ങളാൽ, സങ്കീർത്തനങ്ങളാൽ, സ്തുതിഗീതങ്ങളാൽ നമ്മൾ ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ ശരീരത്തിൽ വേണ്ട ലഹരി എന്നുള്ളത് മദ്യത്തിൻ്റെതാകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയായിരിക്കണം നമ്മുടെ അകത്തുണ്ടാകേണ്ടത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇനി നമ്മുടെ ഈ ശരീരം എന്നുള്ളത്
ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. എനിക്ക് തോന്നുന്നു ആ വചനം കൂടെ ഒന്ന് വായിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കാം. ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, എന്തെന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നോക്കൂ, നാം നമുക്കുള്ളവരല്ല, നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ കർത്താവിനുള്ളവരാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഏറ്റവും ഒടുവിലായിട്ടൊരു ഭാഗം കൂടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വാവ്, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഒരിക്കലും മദ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ നാം വിട്ടുകൊടുക്കരുത്, മയക്കുമരുന്നിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞങ്ങളിവിടെ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരൊറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു ചേരുക. ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച് മദ്യപാനികളായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും, യേശുവേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ മദ്യപാനശീലത്തെ അങ്ങയുടെ മുൻപാകെ ഞാനിപ്പോൾ തുറന്നു വയ്ക്കുന്നു. എനിക്ക് തെറ്റുപറ്റി, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അങ്ങയോട് സമ്മതിക്കുന്നു. യേശുവേ, ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി ഞാനിപ്പോൾ തുറക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഇന്നു മുതൽ ഈ മദ്യപാനത്തെ ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ മുതൽ യേശു എന്ന പരിശുദ്ധാത്മാവെന്ന ലഹരിയെ ഞാൻ സ്വീകരിക്കുന്നു. ആമേൻ. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഭർത്താക്കന്മാരോ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം മദ്യപാനികളായിട്ടുള്ളവർ. അവർക്ക് കൂടെ വേണ്ടി നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രെയർ കോൾ സെൻറ്റർ 04844221 എന്ന് പറയുന്ന നമ്പറിലേക്ക് ദയവായി ഇന്ന് തന്നെ വിളിക്കുക. ഉറച്ചു വിശ്വസിക്കുക, കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി അയക്കുവാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ മദ്യപാനികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണെന്ന് അറിയാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഈ എപ്പിസോഡുകളിലൂടെ ഞങ്ങളെ വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറിയെന്നുള്ളതാണ്. അത് ആ മദ്യപാനം മൂലം ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദന എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന് കരയുമായിരുന്നു. അത് ശബ്ദം പുറത്തു വരാതെ മറ്റു മുറിയിലുള്ളവർ കേൾക്കാത്ത രീതിയിൽ എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ ദൈവം കേൾക്കാത്തതെന്ന് പറഞ്ഞാണ് ഞാൻ കരയുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് കർത്താവ് അന്നു മുതലേ എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു എന്ന്. കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്ന് അറിയുന്നു. കാരണം ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ
ഈ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിനെ കുറിച്ച് അറിയുന്നത്. ആ ടി വി പ്രോഗ്രാം കണ്ടില്ലായിരുന്നെങ്കിൽ ആ ആദ്യത്തെ ദിവസം ഞങ്ങൾ ആ ടി വി പ്രോഗ്രാം കണ്ടു. ആ ദിവസം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ വഴിതിരിച്ച് വിട്ടത്. ആ ഒരു ദിവസം തന്നെയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഫെബ്രുവരി 12 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഫെബ്രുവരി 13 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക വർഷങ്ങളായി വേദന ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലരുണ്ടല്ലോ കർത്താവെ, നീ അവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി ശരീരത്തിലുള്ള അലർജി, ഭക്ഷണം കഴിച്ചാൽ ഉള്ള അലർജി, അതുപോലെ പൊടി, മറ്റ് പ്രശ്നങ്ങൾ, എല്ലായ്പ്പോഴും വീടിന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അലർജിയുടെ പ്രശ്നമുള്ള ചില രോഗികൾ ഈ സമയത്ത് അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴുള്ള അലർജി ഈ സമയത്ത് അത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. താങ്ക് യു ജീസസ്. അതുപോലെ കണ്ണിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത്, ആ തകരാറുകൾ കർത്താവ് പരിഹരിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി കൊടുക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ ആ മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കാണുവാനായിട്ട് പോകുകയാണ്. അതുമാത്രമല്ല, ചില മാസങ്ങൾക്കുള്ളിൽ ആ അനുഗ്രഹം എന്താണ് എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ച് അറിയുവാനായിട്ട് പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പ്രായമായി നിൽക്കുന്ന ചില അമ്മച്ചിമാർ, ചില അപ്പച്ചന്മാർ, കർത്താവ് അവരെ സൗഖ്യമാക്കിയ പല രോഗങ്ങളാൽ അവർ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് പല രോഗങ്ങൾ ഉള്ള അത്തരം ആളുകളെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നതായി കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്രായമായ വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ കുടുംബനാഥൻ നഷ്ടപ്പെട്ടിട്ട് ഒരുപക്ഷെ മരണത്തിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയത് മുഖേനയോ നഷ്ടമായതിനു ശേഷം ഭാര്യയും മക്കളും ഇപ്പോൾ വല്ലാതെ ഞെരുക്കത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുക. ഒരു വലിയ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അത്ഭുതകരമായ ചില സാമ്പത്തിക നന്മയുടെ വഴികൾ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തുറക്കുവാനായി പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ അങ്ങ് തുടച്ചു മാറ്റണമേ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ ദൈവമേ, ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിലായി കർത്താവ് പല തരത്തിലുള്ള എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, മോഡൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ കർത്താവെ നീ അങ്ങ് അനുഗ്രഹിക്കണമേ. ഏറ്റവും നല്ല രീതിയിൽ ആ എക്സാം എഴുതുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് നൽകണമേ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ്, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളിയാഴ്ച ചെന്നൈയിലാണ്, അതുപോലെ തന്നെ ശനിയാഴ്ച ബാംഗ്ലൂരിലാണ്. ആ പട്ടണത്തിൻ്റെ അടുത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് ഞങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട്, സാക്ഷ്യങ്ങളുമായിട്ട് അവിടേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ
ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ, വെസ്റ്റ് മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ, വെസ്റ്റ് മഹാരാഷ്ട്ര.